നമസ്കാരം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇപ്പോഴാണ് കാര്യമായിട്ടുള്ള വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇന്നോവേഷൻസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, ഹ്യുണ്ടായി, അതുമാത്രമല്ല മഹീന്ദ്ര, ഈ 4 കമ്പനികൾ തമ്മിൽ കടുത്ത മത്സരമാണ്. അതായത് ഒന്നാം സ്ഥാനത്തുള്ള മാരുതി സുസുക്കിക്ക് 53% മാർക്കറ്റ് ഷെയറാണുള്ളത്. അതിന് താഴെ വരുന്ന മഹീന്ദ്ര ആണെന്നുണ്ടെങ്കിലും ഹ്യുണ്ടായി ആണെന്നുണ്ടെങ്കിലും ടാറ്റ ആണെന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ ചെറുതാണ്. അതായത് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡൗൺ ആവുകയോ മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് അപ്പ് ആവുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഇവരുടെ 1, 2, 3 സ്ഥാനങ്ങളിൽ 2, 3, 4 സ്ഥാനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, അതുമാത്രമല്ല നല്ല പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ വാഹന നിർമ്മാണ കമ്പനികൾ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2030 ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിക്കാൻ പോകുന്ന മികച്ച വാഹനങ്ങളെക്കുറിച്ചിട്ടാണ്. 2025 മെയ് 9 നടന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അവർ കൃത്യമായിട്ട് 2030 അവതരിപ്പിക്കാൻ പോകുന്ന 30ഓളം കാറുകളുടെ വിശേഷങ്ങൾ അവർ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ കമ്പനി അവരുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2030 ആകുമ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട വാഹനങ്ങളാണ്. അതിൽ 23 നിലവിലുള്ള വാഹനങ്ങളുടെ ലൈഫ് സൈക്കിൾ അപ്ഡേഷനും 7 പുതിയ വാഹനങ്ങളുമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിലവിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ കേസിൽ 8 ലക്ഷം മുതൽ 24 ലക്ഷം വരെ ആ ഒരു റേഞ്ചിലുള്ള വാഹനങ്ങൾ അവർക്ക് നിലവിലുണ്ട്. ഹാരിയർ EVയുടെ ഒരു മോഡലിൻ്റെ വില മാത്രമാണ് അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് അതിൻ്റെ ഹയർ എൻഡ് വേരിയൻറ്റിൻ്റെ വിലയൊക്കെ അവർ അനൗൺസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടിയാഗോ, ടിഗോർ, ആൾട്രോസ്, നെക്സോൺ, പഞ്ച്, കർവ്, സഫാരി, ഹാരിയർ, ഇങ്ങനെ 8 മോഡലുകളാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 8 മോഡലിന് പുറമെ അവർ അവരുടെ നെയിം പ്ലേറ്റ്സ് എൻഹാൻസ് ചെയ്യാൻ പോവുകയാണ്. 30 പുതിയ വാഹനങ്ങൾ വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 30 പുതിയ വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും നിലവിലുള്ള വാഹനങ്ങളുടെ ലൈഫ് സൈക്കിൾ അപ്ഡേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ICE വേർഷൻ, അതായത് ഇൻറ്റേർണൽ കമ്പൾഷൻ എഞ്ചിൻ, ആ ഒരു കാറ്റഗറിയിൽ 2 വാഹനങ്ങൾ വരുന്നുണ്ട്. എല്ലാം SUV സ്ട്രക്ചറുള്ള വാഹനങ്ങളായിരിക്കും. അതിലൊരെണ്ണം കൂപ്പേ ഷേപ്പുള്ള വാഹനമായിരിക്കും. ഇനി നമ്മൾ ഇലക്ട്രിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് വാഹനം ടാറ്റയുടെ സിയറയാണ്. സിയറ എന്ന് പറയുന്നത് ഒരു മൂവിങ് ഓഫീസ് ആയിരിക്കും. അത് ഇൻറ്റേർണൽ കമ്പൾഷൻ എഞ്ചിൻ വേർഷനുള്ളൊരു വാഹനം ഉണ്ടായിരിക്കും. അതുമാത്രമല്ല ഇലക്ട്രിക് വാഹനം ആ ഒരു രൂപത്തിലും വരും. പിന്നെ അവിന്യ സീരീസിൽ വരുന്ന കുറച്ച് വാഹനങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും 2 വാഹനങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിന്യ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ X എന്ന് പറയുന്ന ഒരു മോഡലും പിന്നെ അവിന്യ സീരീസിൽ വരുന്ന ബേസിക് ആയിട്ടുള്ളൊരു വാഹനവും, പിന്നെ ഐസ് വേർഷനിൽ 2 വാഹനങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല പുതിയ 2 ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നുണ്ട്. 2025 ആകുമ്പോഴത്തേക്കും 10 പാസഞ്ചർ വെഹിക്കിൾസിൽ ഇലക്ട്രിഫൈ ചെയ്ത വാഹനങ്ങൾ വരും എന്ന് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിയാഗോ ഓൾറെഡി ഇലക്ട്രിഫൈ ചെയ്തു, ടിഗോർ ഉണ്ട്, നെക്സോൺ ഉണ്ട്, പഞ്ച് ഉണ്ട്. മാത്രമല്ല കെർവിൻ്റെ EVയും ഹാരിയർ .EV എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ആ ഒരു വാഹനമുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 6 വാഹനങ്ങൾ, പാസഞ്ചർ സെഗ്മെൻറ്റിൽ തന്നെ 6 വാഹനങ്ങൾ അവർ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി 4 വാഹനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസ് തന്നെയാണ്. പിന്നെ സഫാരി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നവർ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഹാരിയറിൻ്റെ വിജയം എങ്ങനെയാണോ എന്ന് നോക്കിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും അതിനുശേഷം വരുന്നത് സിയറ ആയിരിക്കും. പിന്നെ അവിന്യ സീരീസിലുള്ള വാഹനങ്ങളായിരിക്കും. 2030 ആകുമ്പോഴത്തേക്കും ഹ്യുണ്ടായി 26 പുതിയ മോഡൽസ് അവതരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല മഹീന്ദ്രയുടെ പുതിയ 9 ഇൻറ്റേർണൽ കമ്പൾഷൻ എഞ്ചിൻ വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങളും 7 ഇലക്ട്രിക് വാഹനങ്ങളും വരും എന്നവർ ഓൾറെഡി പറഞ്ഞതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് അവരുടെ നെയിം പ്ലേറ്റ്സ് ഇലാബറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 8 നെയിം പ്ലേറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ 15 നെയിം പ്ലേറ്റ്സ് ആയിട്ട് അതിനെ മാറ്റും. അതായത് 15 പുതിയ പേരിൽ വാഹനങ്ങൾ വരും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അതുമാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35,000 കോടി രൂപ 2026 മുതൽ 2030 വരെയുള്ള കാലഘട്ടത്തേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പാസഞ്ചർ വെഹിക്കിൾസിന് വേണ്ടി മാത്രമാണ് ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം 80 മുതൽ 85% വരെ ഇലക്ട്രിക്കൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന ടാറ്റ ഇപ്പോൾ വെറും 55% മാത്രമായിട്ട് കുറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്
പറയുന്നത് മഹീന്ദ്രയിൽ നിന്നുള്ള നല്ല കോമ്പറ്റീഷനാണ്. അത് മാത്രമല്ല മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര എന്ന് പറയുന്ന മോഡലിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷവും അത് മാത്രമല്ല എം ജിയുടെ വിൻസറൊക്കെ വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് വിഭാഗത്തിലുള്ള വിപണി കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് 23 പുതിയ ലൈഫ് സൈക്കിൾ അപ്ഡേഷൻ ആയിരിക്കും. അത് മാത്രമല്ല 7 പുതിയ മോഡൽസും വരും. അതായത് ഇലക്ട്രിക്കൽ പുതിയ മോഡൽസ് വരും എന്നാണ് അർത്ഥമാക്കിയത്. അപ്പോൾ 23 പുതിയ അപ്ഡേഷനിൽ ഏതൊക്കെ വാഹനങ്ങളാണ് ലൈഫ് സൈക്കിൾ അപ്ഡേഷൻ കിട്ടുക എന്ന് ചോദിച്ചാൽ പുതിയ നെക്സോൺ വരും. നെക്സോൺ പുതിയൊരു ജനറേഷനായിട്ട് വരും. ജനറേഷൻ അപ്ഡേഷൻ എന്ന് തന്നെ പറയാം. കാരണം നെക്സോണിന് ഇനി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പുതിയൊരു ജനറേഷൻ അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് വരണം. അത് മാത്രമല്ല 8 മാസം മുമ്പ് വരേണ്ട പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് തീർച്ചയായിട്ടും ഡ്യൂ ആണ്, അത് വരും. മാത്രമല്ല ടാറ്റ പുതിയതായിട്ട് വികസിപ്പിച്ച GDA എഞ്ചിൻ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും സഫാരിയിലും ഹാരിയറിലും വരുന്നുണ്ടായിരിക്കും. അതായത് സഫാരിയും ഹാരിയറും പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി പുതിയ ഇലക്ട്രിക് വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ്. 2 വാഹനങ്ങളും SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുള്ള വാഹനങ്ങളായിരിക്കും. അതിനെ കോഡ് നെയിം ചെയ്തിട്ടുള്ളത് X and Y എന്നുള്ള രീതിക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ പുതിയ വരാൻ പോകുന്ന സിയറ, അവിന്യ ബ്രാൻഡുകൾ, അതായത് സിയറ എന്ന് പറയുന്ന ഒരു നെയിം പ്ലേറ്റ് ആണ്. അവിന്യ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിങ്ങിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും. അത് കൂടാതെയാണ് ഈ 2 പുതിയ വാഹനങ്ങൾ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത്യാവശ്യം റേഞ്ച് കിട്ടുന്ന നല്ല ടെക്നോളജിയിലൂടെ വരുന്ന വാഹനങ്ങളായിരിക്കും. Active.EV+ പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും കൂടുതൽ വാഹനങ്ങൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കമ്പനി ശ്രമിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമിനെ കൂടുതൽ മികച്ച രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും കമ്പനിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിട്ടുണ്ട്. ഇനി ICE വേർഷൻ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വാഹനം വരുന്നുണ്ട്. ആ വാഹനം പ്ലേസ് ചെയ്യുന്നത് നെക്സോണിന് താഴെയും പഞ്ചിന് മുകളിലായിരിക്കും. അതായത് അതൊരു മൈക്രോ SUV ആയിരിക്കില്ല, അതൊരു കോമ്പാക്റ്റ് SUV ആയിരിക്കത്തില്ല. ഇതിന് രണ്ടിനും ഇടയ്ക്കായിരിക്കും അതിൻ്റെ സ്ഥാനം. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ മോട്ടോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ കിയ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള കിയയുടെ സിറോസ് എന്ന് പറയുന്ന വാഹനം, ഈ വാഹനം പ്ലേസ് ചെയ്തിട്ടുള്ളത് സെൽട്ടോസിന് താഴെയും സോണറ്റിന് മുകളിലും. ആ ഒരു രീതിയിൽ തന്നെ ഒരു മാർക്കറ്റ് കണ്ടെത്താനാണ് ടാറ്റ മോട്ടോഴ്സ് ശ്രമിക്കുന്നത്. അത് മാത്രമല്ല ഹാരിയറിനോട് സമാന്തരമായിട്ട് ഒരു മിഡ് സൈസ് SUV കാറ്റഗറിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വാഹനവും വരുന്നുണ്ട്. തീർച്ചയായിട്ടും 2030 കൂടിയിട്ട് ഇത്തരം ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സിൽ നിന്നുള്ള അപ്ഡേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് മാത്രമല്ല മാരുതി സുസുക്കിയും അവരുടെ പോർട്ട്ഫോളിയോ എൻഹാൻസ് ചെയ്യാൻ പോവുകയാണ്. ഇനി ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉടനടി വരാൻ പോകുന്ന ഇലക്ട്രിക് വാഹനം അത് സിയറയാണ്. അതിൻ്റെ ഐസ് വേർഷനും ഉണ്ടായിരിക്കും. എന്തായാലും ആൾട്രോസിനെ കുറിച്ച് കമ്പനി ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ എന്നാണ് ആ വാഹനം വരുന്നത്. എന്തായാലും സസ്പെൻഷനിലൊക്കെ കാര്യമായിട്ടുള്ള റീവർക്കുകൾ ഉണ്ടായിരിക്കും. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, സസ്പെൻഷൻ മികവ് ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളുടെ ഒരു മുഖമുദ്രയാണ്. കാരണം ടാറ്റ മോട്ടോഴ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഹാരിയർ.EVയുടെ സസ്പെൻഷനൊക്കെ വളരെയധികം മികച്ചതാണ്. കാരണം ഇൻസ്റ്റൻറ്റ് ടോർക്ക് ലഭിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കോർണറിങ് ചെയ്യുമ്പോഴും അത് SUV ബോഡി ഷെല്ലോട് കൂടി വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിക്കുള്ള സസ്പെൻഷൻ ചേഞ്ച് വേണം. അത് സസ്പെൻഷൻ നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വാഹനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. കൃത്യമായി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാനോടുകൂടി തന്നെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മളുടെ ഹാർഡ് ആൻഡ് മണിയാണ് നമ്മൾ ഒരു വാഹനത്തിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വ്ളോഗ്സ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.